വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ കൊണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന കടൽ മാർഗം വന്ന യൂറോപ്യന്മാരായിട്ടുള്ള പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഇവരെ പറ്റി പഠിച്ചു അല്ലേ. ഇവരെങ്ങനെ വന്നു, എന്ന് വന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു കൂടുതലും ഇവിടെ കാലം ഉണ്ടായിരുന്നത് ആരാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാരാണ്. കൂടുതൽ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങൾ അവർ അധികാരത്തിൽ വയ്ക്കുകയും നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഭരിക്കുകയൊക്കെ ചെയ്തിരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം ഇവിടെ വന്നു അല്ലെ, ഇവിടെ ഫാക്ടറി സ്ഥാപിച്ചു. അതുപോലെ തന്നെ അവർ അതിനുശേഷം എങ്ങോട്ടാണ് പോയത്, അവർ കൊണ്ടുവന്ന നികുതി നയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ 1-2 പാർട്ടുകളായിട്ടാണ് ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്ത് ഉടനെ നോട്ട് വരണമെന്നില്ല. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബ്രിട്ടീഷുകാരും അവരുടെ നികുതി നയങ്ങളെ പറ്റിയിട്ടുമാണ്. ആ നികുതി നയം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ, ഇവർ കൊണ്ടുവന്ന ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ അതെല്ലാം അവിടെയുള്ള കർഷകർക്ക് എതിരാണ്, അവർക്ക് എതിരാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഹൈ ടാക്സ് റേറ്റ് ആയിരുന്നു അല്ലേ, ഹൈ ടാക്സ് റേറ്റ് ആയിരുന്നു. മാത്രമല്ല എന്തായിരിക്കും, ഓക്കെ, ഈ അടയ്ക്കുന്ന ടാക്സിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയാൽ അവർ ആ ലാൻഡ് പിടിച്ചെടുക്കും. പിന്നെ എന്താ പറഞ്ഞേ, എന്ത് ഈൽഡ് കിട്ടിയാലും ശരി, നല്ല ഇപ്പോൾ കൃഷി ചെയ്യുകയാണല്ലേ, എപ്പോഴും നമുക്ക് നല്ല ഫലം കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ നല്ലത് കിട്ടിയാലും മോശം കിട്ടിയാലും അവർക്ക് കൊടുക്കേണ്ട നികുതിയിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പാവപ്പെട്ട കർഷകർ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ പുതിയ നികുതി നയങ്ങൾ വന്നതിലൂടെ ആകെ ബുദ്ധിമുട്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കർഷകരാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് ടാക്സ് ആൻഡ് ട്രേഡ് പോളിസീസ് എന്ന് പറയുന്നത്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷിക്കാരെ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് എന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. അപ്പോൾ എന്താ സംഭവം, ഹൈ ടാക്സ് റേറ്റ് ആയിരുന്നു ഇവർ എന്ത് ചെയ്യേണ്ടിയിരുന്നത്, കൊടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ക്രോപ്പ് ഫെയിലായാലും ശരി അല്ലെ, ക്രോപ്പ് ഫെയിലായാലോ, ഫ്ലഡ് വന്നാലോ, ഡ്രൗട്ട് വന്നാലോ അല്ലേ, അതായത് എന്തെങ്കിലും കളകളൊക്കെ വന്നിട്ട് ചെടിയെ നശിപ്പിച്ചു, അല്ലെങ്കിൽ എന്ത് പറ്റൂ, പ്രളയം വന്നു അല്ലെ, വരൾച്ച വന്നു, എന്ത് തന്നെ വന്നാലും ദർ ഈസ് നോ ടാക്സ് റിലീഫ് വാസ് ഗിവൺ. അവർക്ക് ഒരു തരത്തിലുള്ള നികുതി ഇളവുകളും കൊടുത്തിരുന്നില്ല. അപ്പോൾ അവർ നികുതി കൊടുക്കണം അല്ലെ. ആലോചിച്ച് നോക്കി, വരുമാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ള വഴി, കടം വാങ്ങുക അല്ലേ. മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ലോൺ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ടാക്സ് ഈ പറയുന്ന പാവപ്പെട്ട കർഷകരുടെ അവർ വഴി എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷവും കൃഷി നേരെ ആയില്ലെങ്കിൽ എന്ത് പറ്റും, അവർ ഡെറ്റ് റിഡൻ ഫാർമേഴ്സായിട്ട് മാറും. എന്ന് വെച്ചാൽ എന്താ, അവർ കടക്കെണിയിലാകും. അങ്ങനെ കടക്കെണിയിലായി കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ മണി ലെൻഡേഴ്സ് വന്ന് എന്ത് ചെയ്യും, അവരെ വസ്തു പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവർക്ക് അവരുടെ വസ്തു എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ. മാത്രമല്ല പോട്ടെ, അതൊക്കെ സഹിക്കുക, എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പറയുന്ന ചെടികൾ വേണം നടാൻ. ഫോർ എക്സാമ്പിൾ ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആഹാരത്തിന് വേണ്ടി നടുന്നത് ഫുഡ് ക്രോപ്സ്, നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. എന്നാൽ റബ്ബർ നടാറുണ്ട്. റബ്ബർ നമ്മൾ ആഹാരത്തിന് വേണ്ടിയാണോ നടുന്നത്? അല്ല. എന്തിനാ, വിറ്റ് കാശാക്കാനാ. അങ്ങനെയുള്ള ക്രോപ്പിനെയാണ് നമ്മൾ ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്തു, ഇൻഡിഗോ, കോട്ടൺ പോലെയുള്ള ക്യാഷ് ക്രോപ്പുകൾ നടിയിപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റി, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്തുവാണ്, നീലം. തുണിയിലൊക്കെ ഈ ചായം മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നീലം. ഇന്നത്തെ കാലത്ത് നമുക്ക് സിന്തറ്റിക് കളർ കിട്ടും, പക്ഷെ അന്ന് അതല്ലായിരുന്നു. അപ്പോൾ സിന്തറ്റിക് കളർ ഇല്ലാത്തപ്പോൾ ഈ നീലം ചെടിയിൽ നിന്നുള്ള കാര്യം വെച്ചിട്ടാണ് അവർ നീലം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. അതെന്ത് ചെയ്യുമായിരുന്നു, അവർ കർഷകരിൽ നിന്ന് വാങ്ങിയിട്ട് കയറ്റി അയക്കും. എങ്ങോട്ട്, ഇംഗ്ലണ്ടിലോട്ട്. അതുപോലെ കോട്ടൺ, അവർക്ക് തുണി ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള കോട്ടൺ തുണികൾ. അപ്പോൾ കോട്ടണ് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നട്ടു. അപ്പോൾ അങ്ങനെ എന്ത് പറ്റി, നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഫുഡിന് ഷോർട്ടേജായി. അങ്ങനെ എന്ത് പറ്റി, ഫുഡ് ഷോർട്ടേജായി. അങ്ങനെ കയ്യിൽ കാശുമില്ല, ആഹാരവും ഇല്ല, ആൾക്കാർ ആകെ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടി. അങ്ങനെ കൃഷി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു. കൊമേഴ്ഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, പകരം എന്താണ്, ബിസിനസ്സുമായിട്ട് മാറി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി, ആൾക്കാർക്ക് ആകെ ബുദ്ധിമുട്ടായി. അവർ ഹാർവസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവർ ഈ പറയുന്ന ക്രോപ്സ് ഈ പറയുന്ന ലാൻഡ് ലോഡ്സിനും അല്ലെങ്കിൽ ബ്രിട്ടീഷിനും അവർ ചോദിക്കുന്ന വിലയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ മൊത്തത്തിൽ അവരെന്തായി, ബുദ്ധിമുട്ടി. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം ഫാർമേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു ടേക്ക് ലോൺ ഫ്രം ദ മണി ലെൻഡേഴ്സ് സോ ആസ് നോട്ട് ടു ലൂസ് ദെയർ അഗ്രികൾച്ചർ ലാൻഡ് അല്ലേ. ടാക്സ് കൊടുത്തില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്താണ്, കൃഷിയിടം പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ അവരെന്ത് ചെയ്യും, നാട്ടിലെ പണക്കാരായിട്ടുള്ള ലാൻഡ് ലോഡുകളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കാശ് വാങ്ങുന്നു. പക്ഷെ എന്ത് പറ്റി, ഈ ഫാർമേഴ്സ് എല്ലാം എന്തായി, ഡെറ്റ് ട്രാപ്പിലായി, കടക്കെണിയിലായി. പിന്നെ എന്ത് പറ്റി, ബ്രിട്ടീഷുകാരെക്കാളും ശല്യം മണി ലെൻഡേഴ്സായിട്ട് മാറി. അവരെന്ത് പറ്റി, ഈ ലാൻഡിനെ സീസ് ചെയ്യാനുള്ള പവർ കൊടുത്തു. അങ്ങനെ എന്താണ്, പുതിയ നിയമങ്ങളൊക്കെ വന്നു.
അങ്ങനെ നികുതി കൂടി, അതുപോലെ തന്നെ അവരുടെ ലാൻഡ് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരും അതുപോലെ ബാക്കിയുള്ള ലാൻഡ് മണി ലെൻഡേഴ്സും കൊണ്ടുപോയി. അതൊരു പ്രശ്നം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ദേ വരുന്ന അടുത്ത പ്രശ്നം, നിങ്ങൾ ഇനി ഈ പറയുന്ന നെല്ലും ആഹാരമൊന്നും വേണ്ട, അവരെന്ത് ചെയ്താൽ മതി, ഇൻഡിഗോ കോട്ടൺ പോലെയുള്ള ക്യാഷ് ക്രോപ്പ് നട്ടാൽ മതി എന്ന് ബ്രിട്ടീഷ് വന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി, ക്യാഷ് ക്രോപ്പുകൾ വന്നു. അങ്ങനെ എന്ത് പറ്റി, ആഹാരത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. സോ പട്ടിണിയും കൂടിയായി, കാശും പോയി പട്ടിണിയുമായി. അങ്ങനെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വരുന്ന കാരണം എന്ന് വെച്ചാൽ അതൊരു ബിസിനസ്സായിട്ട് മാറിയതിന് ശേഷം മണി ലെൻഡേഴ്സ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് അവർ കടം കൊടുക്കും, കടം കൊടുത്തിട്ട് ഉള്ള കണ്ടീഷൻ എന്താ, നിങ്ങളുണ്ടാക്കുന്ന സാധനം ഞങ്ങൾ പറയുന്ന വിലക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വിൽക്കണം. അങ്ങനെ അവർക്ക് ലാഭവും കൂടെ കിട്ടാതായി. അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ ടാക്സ് പോളിസികൾ കർഷകരെ അഫക്റ്റ് ചെയ്തു. എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്ന് ഇനി പറയാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെ, ഫാർമേഴ്സ് ഫൗണ്ട് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ്. ഹൈ ടാക്സ് അടയ്ക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറി. ഈവൻ ഇഫ് ദ ക്രോപ്സ് വെയർ ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രൗട്ട് ദേ വെയർ നോ ടാക്സ് റിലീഫ്. ടാക്സ് റിലീഫ് ഇല്ലാതായി. ഫാർമേഴ്സ് ഹാഡ് ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലൂസിംഗ് ദെയർ ഫാം ലാൻഡ്. മണി ലെൻഡേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഡെറ്റ് റിട്ടേൺ ഫാർമേഴ്സിന് അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഉള്ള ലാൻഡ് പോലും നഷ്ടപ്പെട്ട് അങ്ങനെ മൊത്തത്തിൽ പിച്ച് ചട്ടി എടുക്കേണ്ട അവസ്ഥയായി കർഷകർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ലാൻഡ് കർഷകർക്ക് മാത്രമാണല്ലോ, ബാക്കിയുള്ളവർക്ക് നല്ല കാലം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. കർഷകരായി കഴിഞ്ഞപ്പോൾ അടുത്ത് പണി കിട്ടിയത് ആർക്കാണ്, ആർട്ടിസൻസിനാണ്. എന്ന് വെച്ചാൽ എന്താ, കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, ലെതർ, കോട്ടൺ തുണികൾ, അതുപോലെ പോട്ടറി, ചട്ടി, കലമ്പട്ടി, കുട്ട, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ആർട്ടിസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പണി കിട്ടി. കാരണം ഈ ബ്രിട്ടീഷിൻ്റെ നാട്ടിൽ നിന്ന് അവിടെ മെഷീൻസിൻ്റെ ഒക്കെ വരവ് വന്നു കഴിഞ്ഞു അല്ലേ. അവരെന്താണ്, ടെക്നോളജിക്കലി കുറച്ച് കിടിലങ്ങളാണ്. അപ്പോൾ അവരെന്താണ്, ഫാക്ടറികളിൽ നിന്നുണ്ടാക്കുന്ന സാധനം അവിടുന്ന് കൊണ്ടുവന്ന് എങ്ങോട്ട് വിൽക്കാൻ തുടങ്ങി, ഇന്ത്യ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി, ഈ ഇന്ത്യയിൽ ഇവിടുത്തെ ഈ പറയുന്ന കരകൗശല ആൾക്കാരുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അല്ല അത്ര കുറച്ച് വിലയ്ക്ക് വിൽക്കാൻ പറ്റുമോ അവർക്ക്, ഇല്ല. കാരണം അവർ മെഷീനൊന്നുമില്ലല്ലോ, അപ്പോൾ അവർ തന്നെ സമയം എടുത്തിരുന്ന് ഉണ്ടാക്കുന്ന, അപ്പോൾ അവർക്ക് അത്ര വില കുറച്ച് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന സാധനമാണെങ്കിലോ എന്തായിരിക്കും, അത് ലോ പ്രൈസ് ആയിരിക്കും. അതെന്തായിരിക്കും, ലോ പ്രൈസ് ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മാർക്കറ്റിൽ ചൈനീസ് സാധനങ്ങൾ വരാറുണ്ട് അല്ലേ. ഇന്ത്യൻ നിർമ്മിത സാധനങ്ങളെക്കാളും വില കുറവാണ് ചൈനീസ് സാധനങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ പോയി ചൈനീസ് സാധനം വാങ്ങിക്കാനേ നിൽക്കത്തുള്ളൂ. കാരണം നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇത് വന്നതോടുകൂടി ഈ പറയുന്ന ആൾക്കാർക്കും പണി കിട്ടി. ജനങ്ങൾ മൊത്തം എന്ത് ചെയ്തു, ബ്രിട്ടീഷിനെ എതിരാകാനായിട്ട് തുടങ്ങി. സോ നോക്കിയേ, ലൈക്ക് ദ പെസൻസ്, the British policies made the life of the artisans also miserable. Machine-made products from the Britain were imported to India. Due to the competition with such a product, market of the handcraft product such as cotton, silk, wool and cloth, pottery, leather and edible oil were lost. മനസ്സിലാവുമല്ലോ, ഈ സാധനങ്ങൾക്കൊക്കെ വിലയില്ലാതായി. അങ്ങനെ എന്ത് പറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പറ്റി. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, അവരുടെ കുലത്തൊഴിൽ അതായത് ട്രഡീഷണൽ ജോലി വിട്ടിട്ട് മറ്റു പല പണിക്കും പോകേണ്ട ആവശ്യം വന്നു. സോ അങ്ങനെ എന്തായി, മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോയി. അങ്ങനെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ കാണിക്കുന്ന നല്ലൊരു കാര്യമാണോ, അല്ല. അവരെന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യുകയാണ് അല്ലേ. അവർക്ക് കിട്ടിയ പവർ ഉപയോഗിച്ച് അവിടുത്തെ പാവപ്പെട്ട നാട്ടുകാർ എന്ത് ചെയ്യാണ്, അവർ ചൂഷണം ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ആർട്ടിസൻസിനെ എങ്ങനെ എഫക്ട് ചെയ്തത്, മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ് വരുന്നു. അങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റ് പ്രോഡക്റ്റുകൾക്ക് എന്ത് പറ്റി, അതിനേക്കാളും ചീപ്പറായിട്ടാണ് മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ അതിന് ഡിമാൻഡ് ഇല്ലാതായി. അങ്ങനെ കോട്ടൺ, സിൽക്ക്, വൂളൻ ക്ലോത്ത്, പോട്ടറി, ലെതർ, എഡിബിൾ ഓയിൽ എല്ലാത്തിൻ്റെയും മാർക്കറ്റ് നഷ്ടപ്പെട്ടു. അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് മറ്റ് ജോലിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. സോ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എതിരാകാൻ തുടങ്ങി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ കേട്ടുകൊണ്ടിരിക്കാൻ അവർ തിരിച്ച് പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാം പഠിക്കത്തില്ല, ഒരു 3 എണ്ണം പഠിക്കും. ഒന്ന് സന്യാസി ഫക്കീർ റെബലിയൻ, ഇൻഡിഗോ റിവോൾട്ട്, അതുപോലെ തന്നെ സാന്താൾ റെബലിയൻ എന്നിങ്ങനെ 3 കാര്യങ്ങൾ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ബ്രിട്ടീഷുകാർ വന്നു എന്നിട്ട് എന്ത് ചെയ്തു, ആൾക്കാരുടെ പറഞ്ഞു നിങ്ങൾ ക്യാഷ് ക്രോപ്പുകൾ നട്ടാൽ മതിയെന്ന്. അപ്പോൾ ക്യാഷ് ക്രോപ്പ് നടുമ്പോഴത്തേക്കും ഫുഡ് ക്രോപ്പിൻ്റെ അളവ് കുറയും. ഫുഡ് ക്രോപ്പിൻ്റെ അളവ് കുറയുമ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ടാവും. അതവിടെ ഒരു വശത്തിരിക്കുകയാണ്. 2, ഹൈ ടാക്സ് ആണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് കൊടുക്കാൻ സാധാരണ രീതിയിലല്ലേ, നല്ല രീതിയിൽ ഈൽഡ് കിട്ടിയാൽ മാത്രമേ അവർക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എപ്പോഴും കാലാവസ്ഥ ഒരുപോലെ ആയിരിക്കുമോ, അല്ല. അങ്ങനെ പണ്ട് 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 ഏതാണ്ട് 1773 കാണാതെ പഠിക്കേണ്ട വർഷം അറിഞ്ഞിരുന്നാൽ മതി. 1773 കാലഘട്ടത്തിൽ നമ്മുടെ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലം, ബംഗാളിൽ അന്ന് മഴയൊക്കെ പെയ്ത ആൾക്കാരൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് മഴ അങ്ങോട്ട് ചതിച്ചു. മഴ പെയ്തില്ല, വരൾച്ചയായി. എന്തായി, വരൾച്ചയായി. അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വല്ല വഴിയുണ്ടോ, ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇവരിത് വന്നത്, ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് എവിടെയാണ്, ബംഗാളിൻ്റെ ഭാഗത്തല്ലേ. ആദ്യം വന്ന ഗുജറാത്ത് ഫാക്ടറി ഇട്ടെങ്കിലും അവർ കോട്ട കെട്ടി അധികാരം പിടിച്ചെടുത്ത് എവിടെയാണ്, ബംഗാളിലാണ്. അപ്പോൾ ഈ ബംഗാളിൽ നിന്ന് തന്നെയാണ് ഇവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള റെസിസ്റ്റൻസ് അഥവാ എന്താണ്, ചെറുത്തുനിൽപ്പുകൾ തുടക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്ന സന്യാസി ഫക്കീർ റെബലിയനും ഇൻഡിഗോ കലാപവും സാന്താൾ കലാപവും ഒക്കെ എന്ത് ചെയ്യാനാണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു റീജിയനിൽ നിന്ന്, ആ ഒരു ഏരിയയിൽ നിന്ന്, ബംഗാൾ മാത്രമൊന്നുമല്ല, അപ്പുറത്തൊക്കെയുള്ള സ്ഥലങ്ങളും ഉണ്ട്.
ശരി, അങ്ങനെ എന്താണ് 1773 ബംഗാളിൽ എന്താണ് ഇങ്ങനെ മഴയൊക്കെ പെയ്ത ആൾക്കാർ മറ്റു പാട്ടൊക്കെ ഉണ്ടല്ലോ, ദുന്തും ദുന്തും ദുന്തു ബിനാദൊക്കെ പാടി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് എന്ത് പറ്റിയത്? മഴ അങ്ങ് ചതിച്ചു. എന്ത് പറ്റി? മൊത്തം വെള്ള സോഴ്സുകൾ ഇല്ലാതായി. എന്ത് പറ്റി? കൃഷി ഫെയിലായി. അവിടെ എന്തായി? ക്ഷാമം ഉണ്ടായി. ഇതിനെയാണ് ബംഗാൾ ഫെമൈൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബംഗാൾ ഫെമൈൻ. ഫെമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമം, പട്ടിണി, ആൾക്കാർ മൊത്തത്തിൽ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഈ വൃത്തിയുടെ ബ്രിട്ടീഷുകാരന്മാർ എന്ത് ചെയ്തില്ല? 10 പൈസ പോലും ടാക്സ് കുറച്ച് കൊടുത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ കന്നുകാലികളെ വിൽക്കേണ്ടി വന്നു. അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ കന്നുകാലികളെ വിൽക്കേണ്ടി വന്നു. അവർക്ക് അവരുടെ ടൂൾസ് വിൽക്കേണ്ടി വന്നു. അവർക്ക് അവർ അടുത്ത വർഷം നടാൻ വെച്ചിരുന്ന സീഡ് വിൽക്കേണ്ടി വന്നു. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കേണ്ടി വന്നു. പാത്രങ്ങൾ വിൽക്കേണ്ടി വന്നു. ഈവൻ ഡോറ് വരെ ഊരി വിറ്റ് ആൾക്കാർ മുഴുവൻ പട്ടിണിയിലായി എന്നാണ് പറയുന്നത്. ആഹാരത്തിന് വഴിയില്ല, ക്ഷാമമാണ്. അവരെന്താണ്, നമ്മുടെ ടപ്പിയോക്ക പോലെയുള്ള ട്യൂബർ ക്രോപ്സുകളൊക്കെ നട്ട് അത് വാങ്ങി തിന്നാൻ തുടങ്ങി. ഈവൻ പൂച്ചയെയും എന്താണ് എലിയെയും പട്ടിയെ വരെ അവരെന്ത് ചെയ്തു? വിശപ്പ് കാരണം, വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു? അവർക്ക് ഉണ്ടാക്കി കഴിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ഇത് ആനന്ദമതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാണ്? നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്നത് എടുത്തേക്കുന്ന എവിടെ നിന്നാണ്? ഈ പറയുന്ന കൃതിയിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നിയില്ലേ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, ഈ ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെയാണ്. സോ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെതിരെ അങ്ങോട്ട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അതിലാദ്യം വന്ന കുറച്ച് ആൾക്കാരിലൊന്ന് ആരായിരുന്നു? കുറച്ച് സന്യാസിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ സന്യാസി കലാപം എന്ന് പറയും. ഇത് പറയും സന്യാസി കലാപം. അതിലേക്ക് ആര് വന്ന് ചേരുന്നു? ഫക്കീർമാർ വന്ന് ചേരുന്നു. അപ്പോൾ ഹിന്ദുക്കളുമായി മുസ്ലിംസുമായി, അന്ന് അവിടെ ഈ 2 ടീമുമാണല്ലോ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷിനെതിരെ സമരം നടത്താനായിട്ട് തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? സമരം നടത്താനായിട്ട് തുടങ്ങി. അതിനെയാണ് സന്യാസി ഫക്കീർ റെബലിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലത്തുണ്ടായ റെസിസ്റ്റൻസിൽ ഒന്ന് എന്ന് പറയുന്നത് സന്യാസി ഫക്കീർ റെബലിയൻ ആണ്. ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഈ 1770 ബംഗാൾ ഫെമൈനുമായിട്ട് ബന്ധപ്പെട്ടാണിത് വരുന്നത്. അപ്പോൾ എന്താണ്? ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ബാഡ്ലി അഫക്റ്റഡ് ദ മെനി പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് പ്രധാനമായിട്ട് വരുന്നതാണ് എന്ത്? ബംഗാൾ ഫെമൈൻ്റെ സമയത്ത്. സോ ദ പീപ്പിൾ ഓഫ് ബംഗാൾ ബിഗെയിൻ ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അതിനാര് സപ്പോർട്ട് ചെയ്തു? സന്യാസിമാർ, അതായത് ഹിന്ദു സന്യാസിമാർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു? സന്യാസി റെബലിയൻ എന്ന് വിളിച്ചു. അതിനോടൊപ്പം നിന്ന് എന്ത് വന്നു? മുസ്ലിം സൈന്റുകളായ അവരുടെ ഫക്കീറുകൾ എന്നാണ് പറയുന്നത്. ഫക്കീർമാരും എന്ത് ചെയ്തു? അതിലേക്ക് കൂടിച്ചേർന്നു അല്ലേ? പട്ടിണിയും പ്രശ്നവും വന്നാൽ നമുക്ക് പിന്നെ മതമൊന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നാണ് അല്ലേ? അങ്ങനെ എന്ത് പറ്റി? അവരും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഒരുമിച്ച് അറിയപ്പെട്ട പേര് സന്യാസി ഫക്കീർ റെബലിയൻ. ഇവർ ട്രഡീഷണൽ വെപ്പൺസ് അല്ല, ബോ ആൻഡ് ആരോസ് ഒക്കെ യൂസ് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? അടിച്ചു. പക്ഷെ അവരിൽ എന്തുണ്ട്? തോക്കുണ്ട്. അവരെന്ത് ചെയ്തു? ഈ പറയുന്നതിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേതാക്കന്മാരായിട്ട് നമ്മൾ പറയേണ്ടതാണ് ഭവാനി പതക്, അതുപോലെ മജ്നു ഷാ. ആരാണ്? ഭവാനി പതക്, അതുപോലെ മജ്നു ഷാ. ഇവരാണ് എന്ത്? സന്യാസി റെബലിയൻ്റെ ലീഡേഴ്സ് എന്ന് പറയും. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളെന്നതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഓർത്ത് വയ്ക്കേണ്ടത്? ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലങ്ങളിലുണ്ടായ സമരങ്ങളിൽ റെസിസ്റ്റൻസുകളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ സന്യാസി ഫക്കീർ റെബലിയൻ. ഇതെവിടെയാണ് ഉണ്ടായത്? ബംഗാളിലാണ് ഉണ്ടായത്. ഉണ്ടാകാനുള്ള കാരണം ബംഗാൾ ക്ഷാമം അഥവാ ബംഗാൾ ഫെമൈൻ. അതിനെതിരെ, അതുപോലെ തന്നെ അവരുടെ നികുതി നയങ്ങൾക്കെതിരെ ആദ്യമായി നടന്നൊരു സമരമാണ് സന്യാസി ഫക്കീർ റെബലിയൻ. സന്യാസിമാരും അതുപോലെ ഫക്കീർമാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് തന്നെ സന്യാസി ഫക്കീർ റെബലിയൻ എന്ന് വിളിക്കുന്നത്. അവരവരുടെ ട്രഡീഷണൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവർ തോക്ക് ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ചെയ്തത്. നേതാക്കന്മാരാണ് ഭവാനി പതക്കും മജ്നു ഷായും. ഹിന്ദുക്കളുടെ പേരായിട്ട് ഭവാനി പതക്ക് പഠിച്ചു, മജ്നു ഷാ എന്ന് പറഞ്ഞ് മുസ്ലിമായിട്ട് പഠിച്ചു. അപ്പോൾ എന്താണ്? ഇവരാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. സെറ്റാണ്. അങ്ങനെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിട്ടുള്ള സന്യാസി ഫക്കീർ റെബലിയൻ ഉണ്ടായി. അങ്ങനെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നീണ്ടു എന്നൊക്കെ പറയപ്പെടുന്നത്. എന്തായാലും ഏറ്റില്ല. ബ്രിട്ടീഷുകാർക്ക് എതിർക്കാനൊന്നും നമുക്ക് അന്നത്തെ കപ്പാസിറ്റി പറ്റത്തില്ല. കാരണം രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും മണി ലെൻഡേഴ്സും ഒക്കെ ആരുടെ സപ്പോർട്ടിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടിലായിരുന്നു. കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാനൊന്നും അവരാരും എന്ത് ചെയ്തിട്ടില്ല, അന്നത്തെ കാലത്ത് വന്നിട്ടില്ല. അതവർ പിന്നീട് അനുഭവിക്കുന്നുണ്ട്. ആ പറഞ്ഞ കൂടെ നിൽക്കുന്നവനെ നോക്കാത്തതിൻ്റെ എന്താണ് ബുദ്ധിമുട്ട് അവർ പിന്നെ അറിയും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം കർഷകർക്കിട്ടായിരുന്നു പണി, കുറച്ച് കഴിഞ്ഞപ്പോൾ ലാൻഡ് ലോഡ്സിനിട്ട് പണി കൊടുത്തു, അടുത്ത രാജാവിനിട്ട് പണി കൊടുത്തു, രാജാവിനെ പിടിച്ച് പുറത്താക്കുന്നു. അതാണ് സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു സംഭവം നടക്കുകയാണ്. അതിൻ്റെ പേരാണ് ഇൻഡിഗോ കലാപം അഥവാ ഇൻഡിഗോ റിവോൾട്ട്. 1859 വർഷം പഠിക്കണം. 1859. അതിനാണ് നമ്മളിവിടെ ഫ്രം അഗ്രികൾച്ചർ ടു റെബലിയൻ എന്ന് പറയുന്നത്. കാരണം കൃഷിയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് നോക്കിയേ, ഇതിനെ നീലം പെസൻ്റ് റിവോൾട്ട് എന്നും വിളിക്കും. എന്ത് വിളിക്കും? നീലം. ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഇൻഡിഗോ എന്ന് വെച്ചാൽ എന്താണ്? നീലമാണ്. ഇതിൻ്റെ പേരെന്തുവാണ്? നീലം. ഓക്കെ, ഇത് നമ്മൾ ഹിന്ദിയിൽ അമരി പ്ലാന്റ് എന്നും പറയും. എന്ത് പറയും? അമരി പ്ലാന്റ്. ഇതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്?
നീല ചായം കിട്ടുന്നത്, ബ്ലൂ കളറിലിരിക്കുന്ന നീല ചായം കിട്ടുന്നത്. അതാ സംഭവം. ഇതാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ക്യാഷ് ക്രോപ്പിനാണ് അവർക്ക് താല്പര്യം, കാരണം അവർ നാട്ടിൽ കൊണ്ടുപോകാൻ അവർക്കത് മതി. അല്ല, ഇവിടെ ഉള്ളവൻ തിന്നോ കുടിച്ചോ എന്ന് അറിയേണ്ട ആവശ്യം ബ്രിട്ടീഷുകാർക്കില്ല. സോ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഫോഴ്സ്ഡ് ദ ഫാർമേഴ്സ് ഇൻ ബംഗാൾ ടു ഗ്രോ ഇൻഡിഗോ. നിങ്ങൾ ഇനി ഇൻഡിഗോ നട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഡിഗോ നട്ടു. സംഭവം എന്താണ്? നട്ടത് ആർക്ക് തന്നെ വിൽക്കാവുള്ളൂ, മാർക്കറ്റിൽ കൊണ്ടുപോയൊന്നും വിൽക്കേണ്ട, നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാവുള്ളൂ. അന്ന് വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. മാത്രമല്ല മാർക്കറ്റ് വിലയുടെ അത്രയൊന്നും ഞങ്ങൾ തരത്തില്ല, കാരണം ഞങ്ങളിവിടെ ബംഗാൾ പിടിച്ചടക്കി കഴിഞ്ഞല്ലോ ഒരു സമയമായപ്പോഴത്തേക്ക്, അല്ലേ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞപ്പോൾ പിന്നെ അവന്മാരെ കയ്യിലാത്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കുള്ള വിലയ്ക്ക് തരണം. ഫുഡ് ക്രോപ്സിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. ഇൻഡിഗോ വിറ്റിട്ട് വലിയ കാശ് വിട്ട ആൾക്കാർക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ എന്ത് പറ്റി? ദ ഫാർമേഴ്സ് ഫേസ്ഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അല്ലേ? അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായി, ചൂഷണവും ഉണ്ടായി. അപ്പോൾ എന്ത് പറ്റി? ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഡൈസ് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന നീലത്തിന് പിന്നെ വില ഒട്ടും ഇല്ലാതായി. പക്ഷേ ഇവരെന്താണ്? നീലം ഉൽപ്പാദിപ്പിച്ച് കൊടുത്തേ പറ്റും. അപ്പോൾ ഒട്ടും വിലയില്ലാത്തൊരു സാധനം, ആഹാരം, ഫുഡ് ക്രോപ്പ് പോലും ചെയ്യാതെ പകരം വില ചെയ്തു കൊടുക്കേണ്ടി വന്നപ്പോൾ എന്ത് പറ്റി? ജനങ്ങൾ എന്ത് ചെയ്തു? ഇടഞ്ഞു. സോ എന്ത് പറ്റി? ഔട്ട്കം ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് ഉണ്ടായത്? ദ പെസൻസ് ഹാഡ് നോ ചോയ്സ് ബട്ട് ടു റിവോൾട്ട്. അവർക്ക് എന്ത് ചെയ്യേണ്ട അവസ്ഥ വന്നു? സമരം ചെയ്യേണ്ട അവസ്ഥ വന്നു. രണ്ടുപേരാണ്. ഓക്കെ, ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ഓക്കെ, ആരാണ്? ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസ്. നമ്മളതിനെ വിശ്വാസ് ബ്രദേഴ്സ് എന്നും പറയും. ഇവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന. പേര് പഠിച്ചേ പറ്റൂ. ബംഗാൾ മൊത്തം ഇതെന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. അവർ ഇൻഡിഗോ ഫാക്ടറികളൊക്കെ അടിച്ചു തകർത്തു. അവരൊക്കെ എന്ത് ചെയ്തു? കയ്യേറി ഇൻഡിഗോ കൾട്ടിവേഷൻ ആൾക്കാർ നിർത്തി. സോ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ പറയുന്ന റെസിസ്റ്റൻസ് സ്ട്രോങ് ആയതുകൂടി അവരെന്ത് പറ്റി? ഇൻഡിഗോ ഫാക്ടറികൾ ഇവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഇൻഡിഗോ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? ഇല്ലാതായിട്ട് മാറി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഗോ കലാപം, അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ നീലം പെസൻ്റ് റിവോൾട്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താ നീലം പെസൻ്റ് റിവോൾട്ട് എന്ന് വെച്ചാൽ 1859 ബംഗാൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ പറയുന്ന ഒരു കൃഷി സമ്പന്നമായി നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഇനി തൊട്ട് ഇവിടെ ഇൻഡിഗോ നട്ടാൽ മതി. എന്ത് ചെയ്താൽ മതി? ഇൻഡിഗോ നട്ടാൽ മതി. ഓക്കെ, കാരണം അവർ ഫാക്ടറികൾക്ക് അതാണ് ആവശ്യം. സോ നിങ്ങൾ ഇൻഡിഗോ നട്ടാൽ മതി. സോ ഇൻഡിഗോ പ്രൊഡ്യൂസേഴ്സ് ഫ്രം ദ അമരി പ്ലാന്റ് വുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. അത് ആർക്ക് മാത്രമേ വിൽക്കാവൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാവുള്ളൂ. അവരെന്നാണെങ്കിലോ മാർക്കറ്റ് വിലയെ കുറഞ്ഞ വിലയെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റി? ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. മാത്രമല്ല എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ, അവർക്ക് ആവശ്യപ്പെട്ട പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ അവരെല്ലാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി. ഇനി ആർട്ടിഫിഷ്യൽ ഡൈസ് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇതിന് ഡിമാൻഡും കൂടെ കുറഞ്ഞു. അങ്ങനെ പോവർട്ടി എന്ത് ചെയ്തു? കൂടി. സോ അങ്ങനെ ദിഗംബർ വിശ്വാസം വിഷ്ണു വിശ്വാസം ഇറങ്ങിയിട്ട് പറയുന്നു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മതിയിടാ, നിർത്ത്, നമുക്ക് സമരം ചെയ്യാം. സമരം എന്ന് വെച്ചാൽ ചുമ്മാ മറ്റേ ഇന്നത്തെ പോലെ പോയിട്ട് ഇങ്ങനെ ഇൻകുലാബ് സിന്ദാബാദ് അല്ല, അടിച്ചോട്ടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, എന്ത് പറ്റൂ? അവർ റയോട്ട് നടത്തുന്നു ബംഗാളിൽ. അങ്ങനെ എന്ത് പറ്റുന്നു? ഇൻഡിഗോ കൾട്ടിവേഷൻ അവസാനിക്കുന്നു. ഫാക്ടറികൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? അവരാകെ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അത് ഈ പറയുന്ന ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ആൾ 1860 എഴുതുന്നത്, 59 അടുത്ത വർഷം എഴുതുന്നതാണ്. എന്തിനു ബേസ് ചെയ്താണിത്? നമുക്ക് ഈ പറയുന്ന ഈ നീലം കർഷകരുടെയും അവരുടെ ബുദ്ധിമുട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു നാടകമാണ് ഈ പറയുന്ന നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ദീനബന്ധു മിത്ര. ഇത് PSC പഠിക്കുന്ന പിള്ളേർ പഠിക്കും. നിങ്ങളിപ്പോൾ നോക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് സ്ട്രോങ് ആയി. അങ്ങനെ എന്ത് പറ്റി? ഇവർ ഫാക്ടറികൾ അടച്ചു പൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ രീതിയിലൊരു വിജയം കണ്ടെത്തിയ ഒരു സമരമെന്ന് നമുക്ക് വേണമെങ്കിൽ എന്തിനു പറയാം? ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഇൻഡിഗോ കലാപത്തെ പറയാം. ഓക്കെ, രണ്ട് കലാപം. ഒരു കലാപം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുകയാണ്? നടന്നൊരു സംഭവമാണ് സാന്താൾ റെബലിയൻ. സാന്താൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ആരാണ്? ട്രൈബൽ കമ്മ്യൂണിറ്റിക്കാരാണ്. രാജ്മഹൽ ഹിൽസ്, അല്ലെ, ബംഗാളിൻ്റെ രാജ്മഹൽ ഹിൽസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് സാന്താൾ എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന കാടും അതുപോലെ തന്നെ മറ്റ് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റും അതിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഒക്കെ എടുത്തും ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പായിരുന്നു. ബ്രിട്ടീഷുകാർ പോലും പ്രതീക്ഷിക്കാതെ നടന്നൊരു വലിയ സംഭവമാണ് ഈ പറയുന്ന സാന്താൾ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈബൽ ഗ്രൂപ്പുകൾ നടത്തിയ ആദ്യത്തെ ചെറുത്തുനിൽപ്പായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? സാന്താൾ കലാപത്തിനെ കണക്കാക്കാം. അപ്പോൾ നോക്കിയേ, സാന്താൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് നിങ്ങൾ ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ പറയുന്നത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ബിപിൻ ചന്ദ്ര. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് നമ്മളെ UPSC ഒക്കെ ഇതിനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ഈ പറയുന്നത് സാന്താൾ കലാപത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. എത്രത്തോളം ചങ്കൂറ്റമുള്ളവരാണ് ഈ സാന്താൾ എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സാന്താൾ കലാപം നടക്കുന്നു. അതായത് ബ്രിട്ടീഷുകാരും അവിടുതുപോലെ തന്നെ അവിടുത്തെ ലാൻഡ് ലോഡ്സും ഇവരെ എന്ത് ചെയ്യുകയാണ്? ചൂഷണം ചെയ്യുകയാണ്. അതായത് ഇവരെ ഈ നിന്ന് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കുക, അവരുടെ ലാൻഡ് പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടി ചെയ്തു. പക്ഷേ അവർ ട്രൈബൽ ഗ്രൂപ്പാണ്. അവർക്ക് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
സാധാരണ കർഷകനും കാണിക്കുന്ന പോലെ അല്ല, അല്ലേ? അവരെ എന്താണ് അമ്മയായിട്ടും ദൈവമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ലാൻഡാണ്, അല്ലെങ്കിൽ വനമാണ്. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നന്നായിട്ട് ചെറുത്ത് നിന്നു. ചെറുത്ത് നിൽപ്പം എന്ന് വെച്ചാൽ ചില്ലറ ചെറുത്ത് നിൽപ്പം, നല്ല കട്ടയ്ക്ക് അവരെന്ത് ചെയ്തു നിന്നു. അതാണ് പിന്നീട് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് 45ഓളം സാന്താൾ ഒരു ഷെൽട്ടർ എടുക്കുന്നു. അവിടെ ബ്രിട്ടീഷുകാർ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, അവർ തിരിച്ചടിക്കുന്നു. അങ്ങനെ അടിച്ചടിച്ച ഒരു പരിപാടി കഴിഞ്ഞ് ബ്രിട്ടീഷുകാരകത്ത് കയറിയപ്പോഴത്തേക്കും 44 പേര് മരിച്ച ഒരാൾ ബാക്കിയുണ്ടായിരുന്നു. അയാളത് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ ഒരു വെട്ടുകത്തി എടുത്ത് ചോദിച്ചവനെ തന്നെ കട്ട് ചെയ്ത് തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ധൈര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. സംഭവം അതാണ് പറയുന്നത്, സാന്താൾ ട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സാന്താൾ ട്രൈബ് എന്ന് വെച്ചാൽ? രാജ്മഹൽ ഹിൽസ്, അല്ലെ, ബംഗാൾ പ്രൊവിൻസിൽ വരുന്ന ഈ പറയുന്ന രാജ്മഹൽ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ് സാന്താൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മണി ലെൻഡേഴ്സ് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാൻഡ് ലോഡ്സ് അൺജസ്റ്റ്ലി എക്സ്റ്റോർട്ടഡ്, ഭീഷണിപ്പെടുത്തി പിടിച്ചെടുക്കുന്നു. ഓക്കെ, ഉസേഴ്സ് ലെൻഡ് മണി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഉസറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൈസ, ഈ കൊള്ളപ്പലിശക്കാരെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ബ്ലൈഡ് എന്നൊക്കെ പറയുന്ന അതാണ് ഈ സംഭവം. അവരെന്ത് ചെയ്തു? അവരുടെ ധാന്യങ്ങളും ഫോറസ്റ്റും ഒക്കെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആൾക്കാർ ഇതിനെതിരെ എന്ത് ചെയ്യുന്നു? തിരിയുന്നു. ബ്രിട്ടീഷുകാരാണെങ്കിലോ ഈ പറയുന്നവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ പോലും അറിയില്ലായിരുന്നു ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇത്രത്തോളം ലാൻഡിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന്. അവരെന്ത് ചെയ്തു? കട്ടയ്ക്ക് തിരിച്ചടിക്കാൻ തുടങ്ങി. ഓക്കെ, ദേ ലോഞ്ച്ഡ് ദെയർ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1855. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ബൈ മൊബിലൈസിങ് ദ ട്രൈബൽ പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ദേ ഫേസ്ഡ്, അല്ലേ? അവരെന്ത് ചെയ്തു? അവർക്കെതിരെ ഉണ്ടായ ഇൻജസ്റ്റിസിനെതിരെ അവർ ആഞ്ഞടിച്ചു. നയിച്ച ആൾക്കാരാണ് സിദ്ധു കനു ബ്രദേഴ്സ്. സിദ്ധു കനു എന്ന് പറയുന്ന 2 പേരാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ എന്ത് പറ്റുന്നു? ആസ് യൂഷ്വൽ ബ്രിട്ടീഷുകാരാണ്, അവരുടെ തോക്ക് സാധനമൊക്കെ ഉണ്ട്, അവർ ബ്രൂട്ടലി എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്കിലും എന്ത് പറ്റി? ട്രൈബൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ചരിത്രം തന്നെ തുടങ്ങുന്നത് ഈ പറയുന്ന സാന്താൾ കലാപത്തിൽ നിന്ന് ആണ്. അപ്പോൾ എന്താ സംഭവം? വൈ ഡിഡ് ദ സാന്താൾ റിവോൾട്ട് എന്ന് ചോദിച്ചാൽ അവർ എന്തിനാണ് സമരം ചെയ്തതെന്ന് വെച്ചാൽ ലാൻഡ് ലോഡ്സ് അഥവാ സമീന്ദാറും മണി ലെൻഡേഴ്സും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരും കൂടെ ചേർന്ന് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അല്ലേ? ടുക്ക് അവേ ദെയർ ലാൻഡ് ആൻഡ് ക്രോപ്സ്, അവരുടെ ലാൻഡും അവരുടെ ചെടികളും പിടിച്ചെടുത്തു. പോസ്റ്റ് ദം ഇൻ ടു ഡെറ്റ്, അല്ലേ? അവരെന്ത് ചെയ്തു? കടക്കണിയിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ ഫോറസ്റ്റിൽ അവരെ കയറ്റാതാക്കി, അവരെ പുറത്താക്കി. സോ ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു? ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരെ? സാന്താളിനല്ല, മറ്റവർ. സോ അവരെന്ത് ചെയ്തു? സമരം ചെയ്യുന്നു 1855 ലെഡ് ബൈ സിദ്ധു ആൻഡ് കനു. എന്താ റീസൺ? അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ലോക്കൽ ലാൻഡ് ലോഡ്സ്. സാന്താൾ ബ്രൈവ്ലി ഫോർട്ട് ചെയ്തു, പക്ഷേ നടന്നില്ല. എന്ത് പറ്റി? ബ്രൂട്ടലി അത് സപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കലാപം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ബിർസ മുണ്ടയും മറ്റു കലാപങ്ങളും. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആറ്റിങ്ങൽ കലാപമൊക്കെ ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരികയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് മറ്റിടത്ത് മാത്രമല്ല കേരളത്തിൽ നല്ല രീതിയിലുള്ള സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.